All of you, welcome to Amshu's PSC Tips and Hindi Gulmohar. നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് വാക്യമാണ്. വാക്യം. നമുക്ക് നോക്കാം വാക്യം. ऐसा सार्थक शब्द समूह जो व्यवस्थित हो तथा वह पूरा आशय प्रकट करें वाक्य कहलाता है. കൃത്യമായ അർത്ഥത്തോടു കൂടിയ ശബ്ദ സമൂഹത്തെയാണ് വാക്യമെന്ന് പറയുന്നത്. വേർഡ്സ് വിത്ത് മീനിങ് അതായത് മീനിങ് ആയിട്ടുള്ള വേർഡ്സ് ചേർന്ന് വരുന്ന വാക്യങ്ങളാണ് നമ്മൾ സാധാരണ സെൻറ്റൻസസിനെയാണ് വാക്യങ്ങളെന്ന് പറയുന്നത്. ജैसे राम ने धर्म की स्थापना की ഇതൊരു മീനിങ് ഫുൾ സെൻറ്റൻസ് ആണ്. അതുപോലെ തും കഹാ സെ ആ രഹേ ഹോ, നിങ്ങൾ ഇവിടെ നിന്നാണ് വരുന്നത്, ഇതും ഒരു മീനിങ് ഫുൾ അല്ലെങ്കിൽ അർത്ഥപൂർണമായ ആശയം കൈകാര്യം ചെയ്യുന്നതാണ്. വാക്യക്ക് ദോ ഘടക് ഹോത്തെ ഹെ, ഒരു വാക്യത്തിന് പ്രധാനമായി രണ്ട് ഘടകങ്ങൾ അല്ലെങ്കിൽ രണ്ട് അങ്ക് ഉണ്ടെന്ന് പറയാം. ദോ അങ്ക് അല്ലെങ്കിൽ ദോ ഘടക് ഹോത്തെ ഹെ. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഉദ്ദേശ അല്ലെങ്കിൽ സബ്ജക്റ്റ് ആണ്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് വിധേയ അല്ലെങ്കിൽ പ്രെഡിക്കേറ്റ് ആണ്. ഉദ്ദേശ അല്ലെങ്കിൽ സബ്ജക്റ്റ് എന്താണ്? വാക്യമേം ജിസ്കെ ബാരേമേം കുച്ച് കഹാ ഗയാ ഹോ ഉസേ ഉദ്ദേശ കഹത്താ ഹെ. വാക്യത്തിൽ ആരെക്കുറിച്ചാണോ പറയുന്നത് അതാണ് ഉദ്ദേശ അല്ലെങ്കിൽ സബ്ജക്റ്റ്. ജിസ്കെ ബാരേമേം കുച്ച് കഹാ ജായേ, അതാണ് ഉദ്ദേശ അല്ലെങ്കിൽ സബ്ജക്റ്റ് എന്ന് പറയുന്നത്. അതായത് ഇസ്കെ അന്തർഗത് കർത്താ തഥാ കർത്താ കാ വിസ്താർ ആത്താ ഹെ, കർത്താവിനെ കുറിച്ച് അല്ലെങ്കിൽ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ആ സബ്ജക്റ്റിനെ കുറിച്ചാണ്. ജയ്സെ മോഹൻ ബീമാർ ഹെ, ഇവിടെ കർത്താവ് എന്ന് പറയുന്നത് മോഹനാണ്, ഇപ്പോഴത്തെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് മോഹനാണ്. മറ്റൊന്ന് ജഗദീഷിനെ മോഹൻ കോ അപ്ന സാഥി സുന, ആ ഒരു സെൻറ്റൻസിൽ ജഗദീഷും മോഹനും വരുന്നുണ്ട്, പക്ഷേ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ജഗദീഷിനാണ്. അപ്പോൾ അത്തരം സെൻറ്റൻസിൽ ജഗദീഷാണ് ഇവിടെ ഉദ്ദേശമായിട്ട് വരുന്നത് അല്ലെങ്കിൽ സബ്ജക്റ്റ്. നെക്സ്റ്റ് വൺ വിധേയം അല്ലെങ്കിൽ പ്രെഡിക്കേറ്റ്. ഉദ്ദേശ് കെ ബാരെ മേ ജോ കുച്ച് കഹാ ജായേ, അതാണ് പ്രെഡിക്കേറ്റ് എന്ന് പറയുന്നത്. അതായത് उसे विधेय कहते हैं. इसके अंतर्गत क्रिया विस्तार, कर्म विस्तार आदि आते हैं. ക്രിയയെ സൂചിപ്പിക്കുന്നത്, കർമ്മത്തെ സൂചിപ്പിക്കുന്നത്, ഇതെല്ലാം വരുന്നതാണ് വിധേയ അല്ലെങ്കിൽ പ്രെഡിക്കേറ്റ് എന്ന് പറയുന്നത്. ജയ്സെ മൈ മാരറ്റ് മേ രഹതാ ഹോ, ഇവിടെ മൈം എന്ന് പറയുന്നത് ഉദ്ദേശമാണ്, അതിനെ സൂചിപ്പിക്കുന്നതാണ് മാരറ്റ് മേം രഹതാ ഹോ. ഇവിടെ ക്രിയ വരും, ക്രിയ വിസ്താർ, കർമ്മ വിസ്താർ എല്ലാം വരുന്നത് പ്രെഡിക്കേറ്റിലാണ്. नेक्स्ट वन वाक्य के भेद. सामान्यतः दो आधार पर वाक्यों के भेद किया जाते हैं. രണ്ട് തരത്തിൽ വാക്യങ്ങളെ നമുക്ക് കാറ്റഗറൈസ് ചെയ്യാം. രചന के आधार पर, മറ്റൊന്ന് अर्थ के आधार पर. രണ്ട് തരത്തിൽ വാക്യങ്ങളെ നമുക്ക് കാറ്റഗറൈസ് ചെയ്യാം. ഫസ്റ്റ് വൺ രചന के आधार पर, നെക്സ്റ്റ് വൺ अर्थ के आधार पर. രചന के आधार पर അതാണ് കൂടുതൽ എളുപ്പത്തിൽ പഠിക്കുന്നത്. രചന के आधार पर वाक्य 3 प्रकार के होते हैं. രചന के आधार पर वाक्य 3 प्रकार के होते हैं. അത് മൂന്നെണ്ണം ഏതെന്ന് ചോദിച്ചാൽ സരൾ വാക്യ, സംയുക്ത വാക്യ, മിശ്ര വാക്യ. ഇതായിരിക്കും എല്ലാവർക്കും അറിയാന്നുള്ളത്. ഈ മൂന്ന് സെൻറ്റൻസും സരൾ വാക്യ, സംയുക്ത വാക്യ, മിശ്ര വാക്യം. रचना के आधार पर वाक्य 3 प्रकार के होते हैं. रचना के आधार पर वाक्य 3 प्रकार के होते हैं. അതായത് സെൻറ്റൻസ് സാധാരണ നമ്മൾ എഴുതുന്ന രീതിയിൽ മൂന്നായിട്ട് തരംതിരിക്കുന്നുണ്ട്. സരൾ വാക്യ, സംയുക്ത വാക്യ, മിശ്രവാക്യ. സരൾ വാക്ക്, സംയുക്ത വാക്യ, മിശ്രവാക്യ. അതിൽ ഫസ്റ്റ് വൺ സരൾ വാക്യ, സിമ്പിൾ സെൻറ്റൻസ്. जिन वाक्यों में एक मुख्य क्रिया हो उन्हें सरल वाक्य कहते हैं. ഒരു മുഖ്യക്രിയ ഉള്ള ഒരു സെൻറ്റൻസിന്, ഒരേ ഒരു മുഖ്യക്രിയയാണുള്ളതെങ്കിൽ അതിനെ സരൾ വാക്യം എന്ന് പറയണം. അതായത് ഏക്ക് ഉദ്ദേശ്യവ ഏക്ക് വിധേയവായിലെ വാക്യം, ഒരു സബ്ജക്റ്റും ഒരു പ്രെഡിക്കേറ്റും മാത്രമുണ്ടെങ്കിൽ. ജैसे പാനി ബറസ് രഹാ ഹെ, ബच्चे मैदान में खेल रहे हैं. ഈ രണ്ട് സെൻറ്റൻസിലും ഒരു സബ്ജക്റ്റും ഒരു പ്രെഡിക്കേറ്റും മാത്രമാണ് വരുന്നത്. നെക്സ്റ്റ് വൺ സംയുക്ത വാക്യം. दो या दो से अधिक स्वतंत्र वाक्य जो समुच्चय बोधक अव्यय द्वारा जुड़े होते हैं.
ജഹാം ദോയ ദോസധിക ഉപവാക്യം, അതായത് ഒന്നോ അതിലധികം ഉപവാക്യങ്ങളും കിസി സമുച്ചയബോധക അവ്യയ ശബ്ദം, ഒരു സമുച്ചയബോധക അവ്യയ വാക്യം, അതായത് അന്യഥ, ഔർ, തഥ ഇങ്ങനെയൊക്കെ വരുന്ന സമുച്ചയബോധക വാക്യങ്ങളും ഉൾപ്പെട്ടിട്ടുള്ള സെൻറ്റൻസിനെയാണ് സംയുക്ത വാക്യം എന്ന് പറയുന്നത്. അപ്പോൾ ജഹാം ദോയ ദോസധിക ഉപവാക്യ, അതോടൊപ്പം കിസി समुचयबोधक अन्य शब्द से जुड़े होते हैं, उसे संयुक्त वाक्य कहते हैं. ഇവിടെ जल्दी चलिए अन्यथा बहुत देर हो जाएगी, जल्दी चलिए अन्यथा बहुत देर हो जाएगी. ഈ സെൻറ്റൻസിൽ ഒന്നിലധികം സ്വതന്ത്ര വാക്യങ്ങളെന്നും പറയാം. ജൽദി ചലിയെ പറയുന്നുണ്ട്, ബഹുത് ദേർ ഹോ ജായേഗി പറയുന്നുണ്ട്. ഒപ്പം നമ്മുടെ സമുച്ചയബോധക വാക്യമായ അന്യഥായും വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇതൊരു സംയുക്ത വാക്യമാണ്. അതുപോലെ മൈ റോസ് വ്യായാം കർത്താ ഹൂ ഓർ സ്നാൻ കർത്താ ഹൂ, ഇവിടെ തന്നെ ഓർ എന്ന് പറയുന്നത് സമുച്ചയബോധക ശബ്ദമാണ്. അതോടൊപ്പം തന്നെ സ്നാൻ കർത്താ ഹൂ എന്നും റോജ് വ്യായാം കർത്താ ഹൂ എന്നും പറയുന്നുണ്ട്. ഒപ്പം തന്നെ മേ എന്ന് പറയുന്ന നമ്മുടെ ഉദ്ദേശ്യം വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്രയും കൺസ്ട്രക്ഷൻ വെച്ച് നോക്കുമ്പോൾ അത് സംയുക്ത വാക്യമാണ്. മിശ്രവാക്യ ഏക പ്രധാന ഉപവാക്യ ആശ്രിത ഉപവാക്യ, ഇതാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ജിൻ വാക്യോं की रचना एक से अधिक ऐसे उपवाक्यों से रहे हो, അതോടൊപ്പം ജിൻമേ ഏക വാക്യ പ്രധാൻ തഥാ അന്യ വാക്യ ഗൗണ, ഒരു വാക്യം മെയിൻ സെൻറ്റൻസ് ആയിട്ടും ബാക്കിയെല്ലാം സബോർഡിനേറ്റീവായിട്ടും വരുന്നു. ഉന്നെ മിശ്രവാക്യ कहते हैं. ഇവിടെ ഓപ്ഷൻസ് വരുന്നത് മാലിക് ने कहा कि कल की छुट्टी रहेगी, മറ്റൊന്ന് ശങ്കർ ജോ രാംപുരം में रहता है मेरा मित्र है. ഇവിടെയൊക്കെ തന്നെ കണക്ഷൻ വേർഡായിട്ട് കീ വരുന്നുണ്ട്, ജോ വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഒരു പിന്നീട് ഉദ്ദേശം വരുന്നുണ്ട്. ഒപ്പം ഒന്നിലധികം പ്രെഡിക്കേറ്റ് അല്ലെങ്കിൽ ഒന്നിലധികം ഉപവാക്യങ്ങളും വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു സെൻറ്റൻസ് മിശ്രവാക്യം എന്ന് പറയുന്നത്.